നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ ചെറിയ നെറ്റ്വർക്ക്സിനെല്ലാം തന്നെ കോആക്സിയൽ കേബിളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീട് നമ്മളിപ്പോൾ UTP STP അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും അതേപോലെ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ലോങ് തിൻ സ്ട്രാൻഡ്സ് ഓഫ് ഗ്ലാസ്, ചില്ലിൻ്റെ നമുക്കിങ്ങനെ വളരെ തിന്നായിട്ടുള്ള ഇഴകൾ നമ്മുടെ തലമുടിയുടെ പോലെ arranged in bundles, optical fiber cables. അതിനെ ഒരുമിച്ച് ബണ്ടിലാക്കി കഴിയുമ്പോഴാണ് അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റ് ഡാറ്റ ത്രൂ ലൈറ്റ് സിഗ്നൽസ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. നമുക്ക് ഇതിൽ കൂടെ കടത്തിവിടുന്നത് ലോങ് ഡിസ്റ്റൻസിലേക്ക് കടത്തിവിടാൻ സാധിക്കുന്നു. ഇനി ഇതിലുള്ള പാർട്സ് നോക്കാം. കോർ, അതേപോലെ തന്നെ ക്ലാഡിംഗ്, പിന്നെ ബഫർ കോട്ടിംഗ്. കോർ എന്ന് പറഞ്ഞാൽ തിൻ ഗ്ലാസ് റോഡ് അറ്റ് ദ സെൻറ്റർ. നടുവിലായിട്ടൊരു തിന്നായിട്ടുള്ള ഗ്ലാസ് റോഡ് ഉണ്ട്, അതിൽ കൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ക്ലാഡിംഗ്, ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയൽ സറൗണ്ടിങ് ദ കോർ. അതിൻ്റെ പുറത്ത് കാണുന്ന ആ മെറ്റീരിയലാണ് പറയണത്. റിഫ്ലെക്സ് ലൈറ്റ് ബാക്ക് ഇൻ ടു ദ കോർ, അതായത് ലൈറ്റ് തിരിച്ചും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു. ബഫർ കോട്ടിംഗ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. പ്രൊട്ടക്ട്സ് കേബിൾ ഫ്രം ഡാമേജ് ഓർ മോയ്സ്ചർ, പൊടി വരിക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേട് വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബഫർ കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ പാർട്സ് ആണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ഫീച്ചർ, അതായത് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കുക.